ശ്രീ ശ്രീകുമാരൻ തമ്മിസ്, പുരസ്കാര ജേതാവും മലയാളത്തിന്റെ പ്രിയ നടനുമായ ശ്രീ മോഹൻലാൽ, ഒപ്പം സർവശ്രീ എം വിജയകുമാർ, ജയശേഖരൻ നായർ, ശ്രീ ശിവൻകുട്ടി, ഡോക്ടർ ഫൈസൽ ഖാൻ, അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവരെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാഗീതം ആരംഭിക്കുന്നതിന് ശ്രീമതി അഞ്ജലി ചേച്ചി. പ്രിയപ്പെട്ട ശ്രീമാനന്ദ ഫൗണ്ടേഷന്റെ നിങ്ങളുടെ എല്ലാവരുടെയും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മലയാളികളുടെ ചലച്ചിത്രമാണ് ശ്രീ മോഹൻലാൽ. നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ എത്രത്തോളം തിരഞ്ഞെടുക്ക വേണ്ടിയിട്ടുള്ള മലയാളികളുടെ മലയാള സിനിമയിൽ മലയാളത്തോടൊപ്പം സഞ്ചരിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട മലയാളികളുടെ അഭിമാനമായ ലോക മലയാളികളുടെ അഭിമാനമാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ മലയാള പ്രതിഭാസമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പത്മഭൂഷൺ മോഹൻലാൽ അവർക്ക് ശ്രീകുമാരന്റെ ഹൃദയമായ സ്വാഗതം. അദ്ദേഹത്തെ സ്വാഗതം ശ്രീകുമാരന്റെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ശ്രീ ജയശേഖരൻ നായർ അവരുടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ ഫൈസൽ ഖാൻ, ബഹുമാനായ ശ്രീ എം വിജയകുമാർ, അദ്ദേഹം നമ്മുടെ നിയമസഭയുടെ മുൻ നിയമസഭാ സ്പീക്കറാണ്. അദ്ദേഹം സംസ്ഥാന മന്ത്രിയായിരുന്നു. എല്ലാത്തിലും തലസ്ഥാനത്തെ പൊതു രംഗത്തും എല്ലാ രംഗത്തും വളരെയധികം സജീവമായി നമ്മളോടൊപ്പം ഒരു മുൻ ഭരണാധികാരിയായിരുന്ന അദ്ദേഹം വളരെ സജീവമായി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമാണ് പ്രിയപ്പെട്ട ശ്രീ എം വിജയകുമാർ. നമ്മുടെ മുഖ്യമന്ത്രി
പ്രളയം, കോവിഡ് തുടങ്ങിയ ഏറ്റവും കൂടുതൽ വയനാട് ദുരന്തകാലത്തും അദ്ദേഹത്തിന്റെ നേതൃത്വം നാം നേരിട്ട് കണ്ടത്. തിരക്കുകൾക്കിടയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിയോട് നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതുപോലെ വലിയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ കഴിയുന്നതിന് വ്യത്യസ്ത മേഖലകളിൽ ഇത്രയും വലിയ വിപുലമായ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് ശ്രീമാനന്ദി പ്രദേശം ചെയർമാൻ എന്ന നിലയിൽ അത്യധികം സന്തോഷം. അതുല്യ കലാകാരനായ ശ്രീമാനന്ദിയുടെ പേരിലുള്ള പുരസ്കാരം രാജ്യത്തിന് അഭിമാനം. $70 കോടി അനുവദിച്ചു. 80 കോടി ചെലവഴിച്ചുള്ള രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ വിശദ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ്. കായംകുളം, വൈക്കം, അളഗപ്പ നഗർ, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ തിയേറ്ററുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. വനിത, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെടുന്ന ശ്രീ മോഹൻലാലിനെ അഭിനയിച്ചിട്ടുള്ള ചില സവിശേഷം നമുക്ക് ഒരു ലഘുചിത്രം കാണാം ലാലേട്ടനെ കുറിച്ച്. ഈ ചടങ്ങിന്റെ ആനന്ദത്തിലേക്ക് സമ്പൂർണ്ണതയിലേക്ക് കടക്കുന്ന ധന്യതകളുണ്ട്. സുഗന്ധങ്ങൾക്ക് ഉചിതമായ ജീവിതം കലയുടെ എഴുത്തിന്റെ പര്യായമാക്കിയ ശ്രീകുമാരൻ തങ്ങളുടെ നാമത്തിലുള്ള പുരസ്കാരം അഭിനയ വിസ്മയത്തിന്റെ 1000 കമലതലങ്ങൾ വിളക്കിയ മലയാള സിനിമയുടെ അഭിനയ തമ്പുരാന് സമ്മാനിക്കും. പുരസ്കാര സമർപ്പണത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുരസ്കാരം സ്വീകരിക്കാനായി ശ്രീ മോഹൻലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. സദസ്സിനെ സാക്ഷിയാക്കി ഇതാ പുരസ്കാര സമർപ്പണം.
Thank you, sir. ഇനി തമ്മിൽ സാറിനാണ് ബഹുമാനപ്പെട്ട വേദികളിൽ ശാസ്ത്രജ്ഞ വിശിഷ്ട വ്യക്തികളെ എത്രയും ബഹുമുള്ള സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ശ്രീകുമാരൻ മലയാളിയായി ജനിച്ച ഞങ്ങളടക്കമുള്ള എത്രയോ തലമുറകളുടെ യൗവന സംഘടനകളെ താലോലിച്ച് കവിഭാവങ്ങൾ സൃഷ്ടിച്ച പ്രതിഭാധനങ്ങൾ എനിക്ക് അദ്ദേഹവുമായി ചില അദൃശ്യ ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവായും ജ്യേഷ്ഠനുമായും ഒക്കെ അദ്ദേഹം ഒഴിവാക്കിയാൽ അങ്ങനെ മുന്നിലുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ആകാശവാണിയിൽ പാടിയതൊക്കെ അങ്ങനെ വളർന്ന ഒരു സമൂഹത്തിൽപ്പെട്ടതാണ് ശ്രീകുമാരൻ തമ്പി മുഖ്യാർച്ചൻ, ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി, ശ്രീകുമാരൻ തമ്പി ദേവരാജൻ, ശ്രീകുമാരൻ തമ്പി വിശ്വനാഥൻ തുടങ്ങിയ കൂട്ടുകെട്ടുകളെ കേട്ട മനോഹര ഗാനങ്ങളാണ് നമ്മളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന നാട്ടിലെ പറ്റിയും ഉത്സവങ്ങളെ പറ്റിയും നമുക്കറിയാവുന്ന ആളുകളെ പറ്റിയും നമുക്കറിയാവുന്ന ബന്ധങ്ങളെ പറ്റിയും ബന്ധനങ്ങളെ പറ്റിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ എത്രയോ മനോഹരമായ കാര്യങ്ങൾ എല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത്. സരസിലെ പ്രണയപുഷ്പമേ എന്ന ഗാനം, വാൽക്കണ്ണേറ്റി വനപുഷ്പം ചൂടി ചെമ്പകത്തെ മാനത്തിൽ ഇങ്ങനെ ഇതൊക്കെ തമ്പിശാലല്ലാതെ ആർക്കാണ് എഴുതാൻ കഴിയാറില്ല. ഞങ്ങളുടെ കാലത്തെ പ്രണയഗാനങ്ങളുടെ പുസ്തകം എന്നതൊക്കെയാണ് തമ്പിശാൽ അറിയപ്പെടുന്നത്. സരക്കുകളിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയ രംഗത്ത് വന്ന കാലത്താണ് ദാസേട്ടൻ്റെ യേശുദാസ് വീട്ടിൻ്റെ തെലങ്കടി കാസറ്റിന് വേണ്ടി തമ്പിശാലിൻ്റെ ഉത്സവ ഗാനങ്ങളും ഓണപ്പാട്ടുകളും കേരളത്തിൽ സിനിമാ ഗാനങ്ങളെ പരിശീലിപ്പിച്ച കാര്യങ്ങളാണ്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറത്ത് ശക്തമായൊരു ലളിതഗാന പാരമ്പര്യത്തിന് വേണ്ടി സംസ്ഥാനം നൽകി. അദ്ദേഹം കഥയെഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിൽ അദ്ദേഹം തന്നെ രചിച്ച സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങൾ വിൽപ്പന റെക്കോർഡിംഗ് മലയാളത്തിൽ കൂടുതൽ ഡിസ്ക് 1982 തമിഴ്നാട് നിർമ്മിച്ച് തിരക്കത്തി എഴുതി സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് പിന്നെ അദ്ദേഹം അഭിനയിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ ബന്ധം. അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളും കൃത്യമായ വേഷങ്ങളും ഇഷ്ടപ്പെട്ടു. ഞാൻ നായകനായ ആദ്യ ചിത്രങ്ങളിലൊന്നാണ് തൊട്ടടുത്ത വർഷം നസീർ സാറും മധുസാറും ഒക്കെയാണ് ആദ്യം കിട്ടുന്ന മൾട്ടിസ്റ്റാർ ചിത്രത്തിൽ എനിക്ക് പ്രാധാന്യമുള്ള വേഷം സർവൈശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് ഈ പുരസ്കാരം നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇതിനെതിരെ തിരുവനന്തപുരം എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സംസ്ഥാനത്തെ കൂടി നന്ദി പറയുന്നു. എടുത്തു പറയാൻ മറ്റൊരു പേരാണ് ഞാനിപ്പോൾ ഒരു സമ്മാനം കൊടുത്ത വലിയ ശശി. അദ്ദേഹം വളരെയധികം ഇതിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പല പ്രാവശ്യവും എനിക്ക് സാധിച്ചു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇതിന് സാക്ഷ്യമായിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വേദിയിലും സദസ്സിലെല്ലാവരും നല്ലൊരു രാത്രി നിർത്തുന്നു.